പിന്നെ ലോകകഥകൾ അദ്ദേഹവും NP മുഹമ്മദും തർജ്ജമ ചെയ്തിട്ടുള്ള അതൊക്കെ ഞങ്ങൾക്കാണ് തന്നിരുന്നത്. അതിനൊക്കെ അപ്പുറം എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രയിൽ ഞാൻ എഴുതിയ സമയത്താണ് എനിക്ക് ആദ്യമായി ഒരു പ്രതിഫലം കിട്ടുന്നത് ചന്ദ്രയിൽ എഴുത്തിനാണ്. അപ്പോൾ അങ്ങനെയൊരു ബന്ധം അത് വഴി ശിഹാബ് തങ്ങൾ. അപ്പോൾ ശിഹാബ് തങ്ങളുടെ പുസ്തക പ്രകാശനത്തിന് MT തന്നെ വന്നത്, ഞങ്ങൾ പ്രസിദ്ധീകരിച്ചാണ്. അന്ന് അദ്ദേഹം പറഞ്ഞാണ് ശിഹാബ് തങ്ങളോട്, നിങ്ങൾ ആത്മകഥ എഴുതണം. അത് കേട്ട് ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതാൻ തുടങ്ങി. പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അത് പിന്നെ ഒരു ജീവചരിത്രമായി ഞാനാണ് പൂർത്തീകരിച്ച് പുറത്തിറക്കിയത്. അപ്പോൾ അത് MTയുടെ എടുത്ത് ഞാൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആത്മകഥ. അല്ലാത്ത സമയത്തും ഇപ്പോൾ ഈ അസുഖമായി ഉള്ള സമയത്ത് ഓർമ്മ വെച്ച നാൾ തൊട്ട് ഇന്നോളമുള്ളൊരു ബന്ധം. ഞാൻ പറയുന്നത്, ഒരു നാഥൻ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രധാന അംഗം പോയി എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ അവസാനമായി അദ്ദേഹത്തെ അകത്ത് കയറി യേശുവിൽ കയറി കാണാൻ, അത് അശ്വതിക്ക് അറിയാം ആ ബന്ധം എന്നുള്ളത്, നിങ്ങൾ കയറി കാണുമെന്ന് പറഞ്ഞു. കയറി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ അപ്പോഴും മുഖത്ത് ഒരു വലിയൊരു ശാന്തതയും ഒരു മൗനവും, എപ്പോഴുമുള്ള ആ ഒരു മൗനം. അതെ